ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് അസ്ത്രം വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. സാധാരണയായിട്ട് ഇത് കഞ്ഞിയുടെ കൂടെയാണ് നല്ലൊരു അടിപൊളി കോമ്പിനേഷനായിട്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ എല്ലാ വർഷവും ഈ കഞ്ഞിയും അസ്ത്രവും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർ ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഞാനിതിപ്പം ചോറിൻ്റെ കൂടെ മീൻകറി പുളിശ്ശേരിയായിട്ടൊക്കെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അസ്ത്രം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചേനയോ ചേമ്പോ കാച്ചിലോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വൻപയർ വേണം. അതിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച വൻപയർ പ്രഷർ കുക്കറിൽ ഒരു 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അരച്ച് വെക്കാം. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ മൊത്തമായിട്ടും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളിയും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനൊക്കെ അരഞ്ഞ് കിട്ടിയാൽ മതി. ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറക്കി എടുക്കുവാണ്. ഈ ഒരു പരുവത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ വൻപയർ ഇവിടെ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൽ ബാക്കി കാണും, അതങ്ങനെ വെച്ചേക്കുക. ഇതിലോട്ട് നമുക്ക് ചേമ്പും ചേനയും കാച്ചിലുണ്ടെങ്കിൽ അതും പിന്നെ ഞാൻ കുറച്ച് മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മത്തങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മധുരമൊക്കെ വരും. എനിക്കിഷ്ടമാണ് മത്തങ്ങയുടെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതിലോട്ട് നല്ല എരിയുള്ള ഒരു പച്ചമുളകും കൂടെ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ പപ്പരയ്ക്ക വരെ ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പരയ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസിലിന് ഒന്നുകൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൻപയറും നല്ല കറക്റ്റ് വെന്ത് കിട്ടും. അതോടൊപ്പം ബാക്കി കഷ്ണങ്ങളും ഒക്കെ ഒന്ന് വെന്ത് കിട്ടും. വിസിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് വെക്കാം, പിഴിപുളി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ചിലർക്ക് അധികം ഉടയാത്തതാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ എല്ലാവർക്കും നല്ലപോലെ ഉടയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുവാണ്. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും കൂടി ഒരു നല്ല ടേസ്റ്റാണ്. ചിലരിതിൽ കടലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ അസ്ത്രം ഇവിടെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുള്ളൂ. അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവലാവുന്നത്. അപ്പോൾ നമുക്കതിന് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ കടുക് താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കടുകും വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ അസ്ത്രത്തിന് വരുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ആ ഒരു ലൈറ്റ് യെല്ലോ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ അസ്ത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ യെല്ലോ ഒന്ന് മാറിയതായി ഒരു ഗോൾഡൻ കളറിലോട്ട് കയറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അസ്ത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ, ഹാപ്പി വിഷു.